ഞാനൊരു യാത്രക്കിടയിൽ ഇതുപോലെ ഒരുപാട് വീടുകൾ കണ്ടു. കറണ്ടില്ല, കുടിവെള്ളമില്ല, ബാത്റൂമില്ല, റേഞ്ചില്ല. അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടി ഒരു വീട്ടിലെത്തിപ്പെട്ടു. സാഹചര്യം മൂലം നമുക്ക് അവർക്ക് പറ്റുന്നൊരു സഹായവും ചെയ്യാൻ പറ്റും. ഞാൻ ധനുഷ്കോടി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യത്തെ അവസാനത്തെ റോഡ്. പോണ വഴിക്ക് ഒരുപാട് ഓല വീടുകൾ കണ്ടു. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇവരിവിടെ താമസിക്കുന്നുണ്ടാവുക എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇവരുടെ വീടിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയായിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഒരു ചായക്കടയിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ യാത്രക്കിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ചായക്കട കാണിച്ചു തരാം. നിലത്ത് മുഴുവൻ കടൽ മണ്ണാണ്. അതായത് ചുറ്റും ഓല കെട്ടിയിട്ട് അവിടേക്ക് ഇരുന്നിട്ടാണ് ആളുകൾ ചായ കുടിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ചായക്കട കേട്ടോ. വലിയ സെറ്റപ്പൊന്നുമില്ല, ചെറിയൊരു ചായക്കട. ഇവരുടെ ചായക്കടൻ്റെ അമർത്ത് ഇതുപോലെ ദൃഷ്ടിക്കും കാര്യങ്ങൾക്കും ദോഷങ്ങളും വരാണ്ടിരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ഇവൻ്റെ വീട് കാണാൻ ഭയങ്കര ആഗ്രഹം തോന്നി എനിക്ക്. ഞാൻ ചായക്കടയിൽ ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഏട്ടനോട്, ഏട്ടാ ഇവിടുത്തെ വീടും ജീവിത രീതിക്ക് എങ്ങനെയാണ് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ അമ്മൻ്റെ പിന്നാലെ പോയ വീടൊക്കെ കാണിച്ചു തരും, പോയി നോക്കിയിട്ട് വാന്ന് പറഞ്ഞു അവിടുത്തെ ചേട്ടൻ. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് അവിടെ. അങ്ങനെ ഞാൻ ആ അമ്മൻ്റെ അപ്പം ചായക്കടൻ്റെ തൊട്ട് ബാക്കിലുള്ള അവൻ്റെ വീട് കാണാൻ വേണ്ടി പോവുകയാണ്. വീട് എന്ന് പറഞ്ഞാൽ ദാ കാണുന്നതാണ് അവൻ്റെ വീട്. ചെറിയൊരു ഓല മേഞ്ഞ വീടാണിത്. சமாதானமா இருக்கணும். ரொம்ப நல்ல காட்டு அம்மாங்க, காட்டு நம்ம ரொம்ப நல்ல காட்டு. അങ്ങനെ ആ അമ്മൻ്റെ കയ്യിൽ സംസാരിച്ച് ഞാനിപ്പോൾ അവൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ എല്ലാവരുടെയും വീട് ഇതുപോലെയാണ് കേട്ടോ. ചുറ്റും ഓലകളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു മതിൽ പോലെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരാൾ താമസിക്കുന്നത്. ഞാൻ ചെരുപ്പും ഷൂ ഒക്കെ ഊരിയിട്ടാണ് കയറുന്നത്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ടും ഇല്ല, കുടിവെള്ളവും ഇല്ല, ബാത്റൂമും ഇല്ല. ഇവർ ഈ ജീവിത രീതിക്കോട് ഇണങ്ങി എന്നാണ് അവർ പറഞ്ഞത്. ഇവരുടെ ഈ സിറ്റുവേഷൻസൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ അവൻ്റെ വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇത് ഹാളാണ്. പിന്നെ ഇത് നേരെ വന്നു എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വേറൊരു മുറി. 2 അറ മാത്രമേ ഉള്ളൂ, 2 അറ റൂം മാത്രമേ ഉള്ളൂ. പിന്നെ വ്യവസായം മീൻ പിടിക്കുന്നില്ല അമ്മ. മഴ പെയ്യുമ്പോ സോറാതമ്മ ഒറ്റുമാ. ഇത് 2 അടുക്കള. ഇതമ്മ ഇത് അടുക്കളയമ്മ. അടുക്കളയാ? അടുക്കള അണ്ണ വിടാ. ഇത് അടുക്കളയാണ്. കിച്ചനാ. ഇതാണ് കിച്ചൻ. ചെറിയൊരു കിച്ചനാണ്. അമ്മിക്കെല്ലാം കാര്യങ്ങളുണ്ടാകും. ശേഷം ഞാനിപ്പോൾ ഇവരുടെ ഉപജീവന മാർഗവും വരുമാന മാർഗവും ഒക്കെ എന്താണെന്ന് ചോദിക്കുകയാണ്. ഈ അമ്മൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ഈ ഏട്ടൻ മീൻ പിടിക്കാൻ പോകുമായിരുന്നു. പക്ഷെ വലയൊക്കെ ആരോ മോഷ്ടിച്ച് പോവുകയും ചെയ്തു. ഉള്ള വലയൊക്കെ കയറി കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗവും ഇല്ലാണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഓമയായ ഒരു മകളാണ് ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കിപ്പോൾ വരുമാന മാർഗ്ഗമൊന്നും ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അടുത്തുള്ള കടയിൽ ചായക്കടയിൽ പോയിട്ട് വിറക് വെട്ടിക്കൊടുക്കുകയാണ് ഈ അമ്മ വരുമാന മാർഗ്ഗത്തിനായിട്ട്. അങ്ങനെ ഞാൻ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പക്ഷേ അവൻ്റെ വീട് ഓമയായ മകളുടെ സിറ്റുവേഷൻസും ജീവിത രീതിയൊക്കെ ആലോചിച്ചപ്പോൾ ആകെ എന്തോ പോലെയായി. അതുകൊണ്ട് എൻ്റെ യാത്രാ ചിലവ് ഒഴിച്ച് ബാക്കി പൈസ കുറച്ച് കയ്യിലുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ അവർക്ക് കൊടുക്കാനായി തീരുമാനിച്ച് പൈസ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു പൈസ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അടുത്ത് ATM ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് പൈസ എടുക്കാൻ നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പൈസ എടുത്ത് നമ്മൾ ആ അമ്മനെ വെയിറ്റ് ചെയ്തിരിക്കണം. ആ അമ്മ അപ്പോഴേക്കും വേറൊരു കടയിൽ വിറക് വെട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ്. ശേഷം ആ അമ്മ വന്നത് അമ്മ മീൻ പിടിക്കേണ്ട വല വാങ്ങേണ്ട പൈസയും എക്സ്ട്രാ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കണം. ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ അമ്മ ഇനി വരുമ്പോൾ മീൻ കറി ഉണ്ടാക്കി തന്നാൽ മതി അമ്മ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് പൈസ വീണ്ടും കൊടുക്കുകയാണ്. அம்மா குழம்பு சூப்பரா இருப்பேன். நீ போயிட்டு சூப்பரா தானே പല ഭാഗം വേണ്ടിയത് ശരി പോയിട്ട് വരാം. ശരി അതാണ് പോയിട്ട് വരാം. ഇനി വരുമ്പോൾ വരലാം അമ്മ. പോയിട്ട് വരലാം അമ്മ. പിന്നീട് എന്നെ യാത്ര അയക്കാനും എൻ്റെ വിശേഷങ്ങൾ ചോദിക്കാനും ഞാൻ പോണ വരെ ആ അമ്മയും അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് നോക്കുമ്പോൾ ഇവൻ്റെയൊക്കെ ജീവിതങ്ങൾ കാണുമ്പോൾ എത്രയോ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് തോന്നുന്നുണ്ടാ. ഇവിടെ ബാത്റൂം ഇല്ല, കുളിമുറി ഇല്ല, റേഞ്ച് ഇല്ല, ഓലമേഞ്ഞ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ധനുഷ്കോടി ഭാഗത്താണ് കേട്ടോ ഇവൻ്റെ വീട്. ശേഷം നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അവരുമായിട്ടൊന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇനി അടുത്തൊരു കടയിൽ കയറി ഫുഡ് കഴിക്കണം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതപ്പോൾ ഒരു ചോറുണ്ണാനും മീൻ കറി കൂടി ചോറിനാൻ വന്നിരിക്കുകയാണ് വേറൊരു കടയിൽ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. വേറൊരു കടയിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് നോക്കും, ഇവിടെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഫാന്, ട്യൂബ് ലൈറ്റ് എല്ലാം ഉണ്ട്. തണുപ്പ് ഫ്രിഡ്ജ് പോലത്തെ വേറെ സംഭവം അവിടെ ഇതാ കാണുന്ന അവിടെ ഉണ്ട്. ഇത് എങ്ങനെയാണെന്ന് ബാറ്ററിയാണ്.
ബാറ്ററി സെറ്റപ്പ് കിട്ടാം. നമ്മൾ ഫോണിലും ചാർജില്ല, ചാർജും കുത്തിവെക്കാം. ബാറ്ററി ഇവിടെ ഉണ്ട് കണ്ടോ. നമ്മുടെ ഫോണ് ചാർജില്ല, അപ്പോൾ ഞാൻ ബാറ്ററി ഇവിടെ കുത്തിവെക്കാൻ പോവാണ്. റൈസും മണക്കാം. മീൻ കറിയും ചോറും കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മീൻ കറി വയ്ക്കാൻ വരുന്ന സ്ഥലമാണ് കേട്ടോ. മാറിയിട്ട് കഴിക്കുക. അവിടുത്തെ ചട്ടിയിൽ നല്ല ചൂടോടെ മീൻ കറി ആക്കി തരും. അവിടെയൊക്കെ മീനുണ്ട്. ഇതിലാണ് മീൻ. ഒരു നിമിഷം വീഡിയോ എടുക്കരുതൊക്കെ ജസ്റ്റൊക്കെ. സോറി. കുറേ മീനൊക്കെ ഉണ്ട്. ഇത് ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കി തരാണ് അല്ലക്കാ. ഇതുപോലെയാണ് ഉണ്ടാക്കി തരാം. നല്ല ഫ്രഷ് മീൻ്റെ കണ്ണൊക്കെ കണ്ണൊന്നും കളയില്ല. അടുപ്പിലാണ് ഉണ്ടാക്കി തരാം. ഇവിടെ കടൻ്റെ ഉമ്മർത്ത് ഇതുപോലെ ഒരു സാധനം കെട്ടി തൂക്കിയിട്ടുണ്ട്. പിന്നെ ഉപ്പും കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. ദൃഷ്ടി കച്ചവടം കിട്ടാനൊക്കെ ആണെന്ന് തോന്നണം. പിന്നെ ദീ കയറുന്നതാണ് കടൻ്റെ ഒരു ഫുൾ വ്യൂ. അങ്ങനെ നല്ല ചൂട് മീൻ, നല്ല ഫ്രഷ് മീൻ ചൂട് അടുപ്പിൽ വേവുകയാണ്. ശേഷം നമുക്ക് ചോറ് കൊണ്ടുവന്നുണ്ട് കേട്ടോ. മുത്തു എന്നാണ് ഈ അണ്ണൻ്റെ പേരും, ഉമ്മ എന്നാണ് ഈ അമ്മൻ്റെ പേരും. അങ്ങനെ നല്ല ചൂട് ചോറ് വിളമ്പി അതിക്ക് മീൻ ചാറും അതുപോലെ തന്നെ മീൻ കഷ്ണവും ഉണ്ട്. ഇത് ഊണിൻ്റെ ഒപ്പം കിട്ടുന്നതാണ്. മീൻ വറുത്തത് മാത്രം നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങണം. ഞാനിത് ഈ മാസം തന്നെ 3ാമത്തെ തവണയാണ് ധനുഷ്കോടി വരുന്നത് ഈ മീൻ കറിയും ചോറും കഴിക്കാനും യാത്രയ്ക്കും വേണ്ടിയിട്ട്. ചോറ് എന്ന് പറയുന്നത് ചെറിയൊരു അരിയാണ് കേട്ടോ. ഇവിടെയുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ചോറ് ഇറങ്ങില്ല എന്നാണ് പറയുന്നത്. കാരണം കട്ടി വലിപ്പം കൂടിയതുകൊണ്ട്. ഇവിടെയുള്ളവർക്ക് ചെറിയ ചോറിൻ്റെ റൈസാണേ. പിന്നെ ഇവിടുത്തെ കടൻ്റെ ഉമ്മർത്ത് ഇതുപോലെ കോല ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആളുകളിനെ കടയ്ക്ക് ഇതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുക ഇവിടെയുള്ളൊരു കച്ചവടത്തിനായിട്ട്. ശേഷം ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ റൂട്ട് വരും. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് 500 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷേ സമാധാനം ഇനി വഴിയും റോഡും പിന്നെ ഇതുപോലെ മണ്ണുള്ള റോഡിലേക്കൊക്കെ വണ്ടി ഇറക്കിയിട്ട് ഇതുപോലെ ഓട്ടിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ധനുഷ്കോടി എന്ന് പറയുന്നത് ഒരു ദുരന്തം വന്ന സ്ഥലമാണ് കേട്ടോ. 1500 പേരിൽ ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് മരിച്ച സ്ഥലമാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ. ദുരന്തം വന്നിട്ട് മൊത്തം നശിച്ചു പോയൊരു സ്ഥലമാണ്. ഒരുപാട് പേര് മരണപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഇതാണ് ഇപ്പോഴത്തെ ഈ പള്ളിൻ്റെയൊക്കെ അവസ്ഥ. അപ്പോൾ എത്ര നിങ്ങൾ വിചാരിക്കുക, എത്ര ശക്തിയായിട്ടായിരിക്കും കാറ്റും മണലൊക്കെ അടിച്ച് ഇവിടുത്തെ ആളുകൾ മരിച്ചത്. ഇതൊക്കെ ഓരോ വീടുകളും ഒരു കാലത്ത് ആളുകൾ സന്തോഷത്തോടെ താമസിച്ച സ്ഥലങ്ങളുമായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ പോയി ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ വീടെത്തിരിക്കുകയാണ്. ധനുഷ്കോടിയാണ് ഈ സ്ഥലം. അതായത് ഞാൻ ഇടയ്ക്ക് വല്ല മൂഡ് ഓഫ് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നേരെ ധനുഷ്കോടി യാത്രയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും. ഈ മാസത്തിന് 3ാമത്തെ തവണയാണ്. ഒരു 10-40 ദിവസത്തിനിടയ്ക്ക് 3ാമത്തെ തവണ അവിടെ പോകുന്നത്. നല്ല മീൻകറിയും ചോറും കിട്ടും. സമാധാനമുള്ള സ്ഥലമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്നും ഇല്ലാത്തവരാണ് തോന്നിയെന്ന് പറഞ്ഞാൽ ഓരോ യാത്രകളത്ത് ഓരോരുത്തരും സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് തോന്നും. അവിടെയുള്ളതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വീടില്ല, ഓലപ്പര, മഴ പെയ്തെന്ന് പറഞ്ഞെങ്കിൽ ഒറ്റും. ഒരിക്കലെങ്കിൽ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ധനുഷ്കോടി കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.